നമ്മൾ 2022 സെറംഗട്ടി നാഷണൽ പാർക്കിലാണ്. കൊടുംവരൾച്ച കാരണം നദികളും കുളങ്ങളും വറ്റിവരണ്ടു, ഭൂമി വിണ്ടുകീറി, വെള്ളം കിട്ടാതെ മൃഗങ്ങൾ വലഞ്ഞു. ഈ കഠിനമായ സമയത്ത് പാർക്ക് റേഞ്ചർമാർ വാട്ടർ ട്രക്കുകൾ ഉപയോഗിച്ച് കിണറുകൾ നിറച്ചു, മൃഗങ്ങൾക്ക് ജീവൻ നിലനിർത്താൻ വെള്ളം ഉറപ്പാക്കി. ഇതിനിടയിൽ ഒരു അമ്മസിംഹവും അവളുടെ കുഞ്ഞും തനിച്ചായി. കൂട്ടത്തിൽ നിന്ന് മാറിപ്പോയ ഇവർ ഒരു കിണറിനടുത്ത് അഭയം തേടി. ഈ കിണർ അവർക്ക് ഒരു ചെറിയ സങ്കേതമായിരുന്നു. പക്ഷേ അപകടം എപ്പോഴും അടുത്തുണ്ട്, അല്ലേ? അമ്മ സിംഹം എപ്പോഴും ജാഗ്രതയോടെ ചുറ്റും നോക്കി, പ്രത്യേകിച്ച് ആനകളുടെ കൂട്ടം വരുമ്പോൾ. ഒരു ചൂടേറിയ രാവിലെ കുഞ്ഞ് സിംഹം കിണറിന്റെ വക്കിൽ കളിച്ചു. പെട്ടെന്ന് ഒരു നിമിഷത്തിന്റെ അശ്രദ്ധയിൽ അത് കിണറ്റിലേക്ക് വീണു. അമ്മ സിംഹത്തിന്റെ ഹൃദയം നിന്നുപോയി. അവൾ ഉറക്കെ അലറി, കിണർ ചുറ്റി ഓടി. പക്ഷേ കുഞ്ഞിനെ എടുക്കാൻ വഴിയില്ല. അവളുടെ അലർച്ച കേട്ട് അടുത്തുണ്ടായിരുന്ന ആനകളുടെ കൂട്ടം അങ്ങോട്ട് വന്നു. നമുക്കൊന്ന് ചിന്തിക്കാം, ഒരു സിംഹവും ആനയും ഒരുമിച്ചു വന്നാൽ എന്താകും? പക്ഷേ ഇവിടെ അത്ഭുതം സംഭവിച്ചു. ആനകളിൽ ഒരു പ്രായമായ ജ്ഞാനമുള്ള ആന അമ്മ മുന്നോട്ട് വന്നു. അവൾ കുഞ്ഞിന്റെ അപകടം മനസ്സിലാക്കി. തന്റെ നീണ്ട തുമ്പിക്കൈ ഉപയോഗിച്ച് അവൾ കിണറ്റിലിറങ്ങി വളരെ ശ്രദ്ധയോടെ കുഞ്ഞിനെ പുറത്തെടുത്തു. കുഞ്ഞ് ക്ഷീണിച്ചിരുന്നു, പക്ഷേ ജീവനോടെ. അമ്മ സിംഹം ആനയെ നോക്കി ഒരു നന്ദിയുടെ നോട്ടം. രണ്ട് അമ്മമാർ തമ്മിൽ ഒരു നിശബ്ദ ബന്ധം രൂപപ്പെട്ടു. ഈ സമയത്ത് ദൂരെ നിന്ന് ഒരു വാട്ടർ ട്രക്കിന്റെ ശബ്ദം കേട്ടു. റേഞ്ചർ മോസി ആയിരുന്നു അത്. അവൻ സീന് കണ്ടു: അമ്മ, സിംഹം, ആന, കിണറിന്റെ വക്കിൽ കിടക്കുന്ന കുഞ്ഞ്. നമുക്ക് ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യാം എന്ന് മോസി മനസ്സിൽ കരുതി. അവൻ ട്രക്കടുത്തേക്ക് ഓടിച്ചു, പക്ഷേ ശാന്തമായി. മോസി കുഞ്ഞിനെ പരിശോധിച്ചു. കുറച്ചു മുറിവുകളും ക്ഷീണവുമുണ്ടായിരുന്നു, പക്ഷേ ഗുരുതരമല്ല. അവൻ മെല്ലെ കുഞ്ഞിനെ ട്രക്കിലെടുത്തു. അമ്മ സിംഹം ഒരു നിമിഷം മുരണ്ടെങ്കിലും മോസിയെ വിശ്വസിച്ച് ട്രക്കിൽ കയറി. നമുക്ക് ഇവരെ സുരക്ഷിതമായി എത്തിക്കാം, മോസി തീരുമാനിച്ചു. പാർക്കിന്റെ മെഡിക്കൽ സെന്ററിൽ എത്തിയപ്പോൾ ടീം ഉടനെ പ്രവർത്തനം തുടങ്ങി. കുഞ്ഞിന്റെ മുറിവുകൾ വൃത്തിയാക്കി ഫ്ലൂയിഡ്സ് നൽകി. അമ്മ സിംഹം അടുത്തുനിന്ന് എല്ലാം വീക്ഷിച്ചു. ഒരു നിമിഷം പോലും കുഞ്ഞിനെ കണ്ണെടുത്തില്ല. മെല്ലെ കുഞ്ഞിന്റെ ശ്വാസം സാധാരണമായി. അതിന്റെ കണ്ണുകൾ തുറന്നു, ചെറുതായി കാലുകൾ അനക്കി. ജീവൻ തിരിച്ചുവരുന്നതിന്റെ ലക്ഷണങ്ങൾ. മോസിയും ടീമും ആശ്വാസത്തോടെ നോക്കിനിന്നു. നമുക്കിവനെ രക്ഷിച്ചു, അല്ലേ എന്ന് അവർക്ക് തോന്നി. അന്ന് വൈകുന്നേരത്തോടെ അമ്മയും കുഞ്ഞും ഒരു സുഖമുള്ള എൻക്ലോഷറിൽ സുരക്ഷിതരായി. കുഞ്ഞ് പതിയെ ഭക്ഷണം കഴിച്ചു തുടങ്ങി. അമ്മ സിംഹം എപ്പോഴും അരികിൽ.